بن أبي داود رحمه الله: وقل يتجلى الله للخلق جهرة كما البدر لا يخفى وربك أوضح وليس بمولود وليس بوالد وليس له شبه تعالى المسبح وقد ينكر الجهمي هذا وعندنا بمصداق ما قلنا حديث مصرح رواه جرير عن مقال محمد فقل مثل ما قد قال في ذاك تنجح. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل فيه لأحد شيئا. أما بعد. സഹോദരങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഹായിയയിലെ ഇന്ന് നമ്മൾ കേട്ട വരികൾ വളരെ പ്രധാനപ്പെട്ട മുസ്ലിമീങ്ങളുടെ അഹ്ലുസുന്നത്തിന്റെ ഒരു വിശ്വാസം പഠിപ്പിക്കുന്ന വരികളാണ്. എന്താണത്? അത് റുഅയത്തുല്ലാഹ്, അല്ലാഹുവിനെ കാണുക, റബ്ബിനെ നാളെ പരലോകത്ത് വെച്ച് കാണുക എന്ന പ്രധാനപ്പെട്ട വിശ്വാസത്തെക്കുറിച്ചാണത്. നോക്കൂ നിങ്ങൾ, ഈ വരികളിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? വഖുൽ യതജല്ലല്ലാഹു ലിൽ ഖൽഖി ജഹറതൻ. വഖുൽ, നീ പറയുക, നീ പറയുക എന്നാൽ നിന്റെ നാവ് കൊണ്ട് പറയുക, അതുപോലെ ഹൃദയം കൊണ്ട് പറയുക. ഹൃദയത്തിന്റെ ഖൗലുൽ ഖൽബ് അഥവാ അത് വിശ്വസിക്കലാണ്, സത്യപ്പെടുത്തലാണ്. ഹൃദയത്തിന്റെ ഖൗൽ എന്താണ്? ഹൃദയത്തിന്റെ ഖൗൽ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തൽ, വിശ്വസിക്കലാണ്. നാവ് കൊണ്ട് പറയുക, അതുപോലെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. യതജല്ലല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ പ്രത്യക്ഷപ്പെടുന്നതാണ്, അവൻ കാണിച്ചു കൊടുക്കുന്നതാണ് അവനെ. ലിൽ ഖൽഖി, അവന്റെ സൃഷ്ടികൾക്ക്. ജഹറതൻ, ജഹറതൻ എന്നാൽ തെളിഞ്ഞ നിലയിൽ, അള്ളാഹുവിനെ കാണാൻ ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവനെ അവന്റെ പടപ്പുകൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. കമൽ ബദ്രു ലാ യഖ്ഫാ വറബ്ബുക ഔദഹു. കമൽ ബദ്രു, ബദ്ർ എങ്ങനെയാണോ, എത്രമാത്രം തെളിഞ്ഞിട്ടാണോ ഉള്ളത്. ബദ്ർ എന്നാൽ 14 രാവിലെ ചന്ദ്രനാണ്. വറബ്ബുക ഔദഹു, നിന്റെ റബ്ബ് ഏറ്റവും തെളിഞ്ഞു കാണുന്നവനാണ്. വലൈസ ബിമൗലൂദിൻ വലൈസ ബിവാലിദിൻ വലൈസ ലഹു ശിബ്ഹുൻ തആലൽ മുസബ്ബഹു. വലൈസ ബിമൗലൂദ്, അല്ലാഹു ആരുടെയെങ്കിലും സന്താനമായി ജനിച്ചവനല്ല. വലൈസ ബിവാലിദിൻ, റബ്ബ് ഏതെങ്കിലും സന്തതിയെ ജനിപ്പിച്ചവനുമല്ല. വലൈസ ലഹു ശിബ്ഹുൻ, അല്ലാഹുവിന് തുല്യനായി അവനെ പോലെ ഒരാളുമില്ല. തആലൽ മുസബ്ബഹു, മുസബ്ബഹായ അഥവാ പടപ്പുകൾ ഏതൊരു റബ്ബിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നുവോ, അള്ളാഹുവിനെ പോലെ മറ്റൊരാളില്ല. അവനെക്കുറിച്ച് ഇല്ലാത്തത് ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അതാണ് തസ്ബീഹ്. ആ തസ്ബീഹ് ചെയ്യപ്പെടുന്ന റബ്ബ് അവൻ അത്രയും ഉന്നതനാണ്. വഖദ് യുൻകിറുൽ ജഹ്മിയു ഹാദാ, ഇതും ജഹ്മി നിഷേധിക്കും. ആരാണ് ജഹ്മികൾ എന്ന് കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ജഹ്മികൾ അള്ളാഹുവിനെ കാണുക എന്ന കാര്യത്തെ നിഷേധിക്കും. വഇൻദന, നമ്മുടെ പക്കലാകട്ടെ ഉണ്ട്, ബിമിസ്ദാഖി മാ ഖുൽനാ ഹദീസുൻ മുസർരിഹു, ഈ വിഷയം വ്യക്തമായി വന്നിട്ടുള്ള ഹദീസ് നമ്മുടെ പക്കൽ തെളിവായുണ്ട്. റവാഹു ജരീറുൻ അൻ മഖാലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജരീർ എന്ന സഹാബിയാണ് അത് റിവായത്ത് ചെയ്തിട്ടുള്ളത്. ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. അൻ മഖാലി മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായി ഫഖുൽ മിസ്ല മാ ഖദ് ഖാല ഫീ ദാക തൻജഹു, അതുകൊണ്ട് നീ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ ആ വിഷയത്തിൽ അതുപോലെ പറയുക. തൻജഹു, എങ്കിൽ നിനക്ക് വിജയിക്കാം. ഇതാണ് അള്ളാഹുവിന്റെ അവനെ മുഅ്മിനുകൾ കാണുക എന്ന വിശ്വാസത്തെക്കുറിച്ച് ഈ കവിതയിലെ ഭാഗം നോക്കൂ നിങ്ങൾ. അതിനിടയിൽ ആ കാര്യം പറയുന്നതിനിടയിൽ ഇമാം ഇബ്നു അബി ദാവൂദ് പറഞ്ഞ ഒരു വരിയാണ്, വലൈസ ബിമൗലൂദിൻ വലൈസ ബിവാലിദിൻ വലൈസ ലഹു ശിബ്ഹുൻ തആലൽ മുസബ്ബഹു. അല്ലാഹു ആരുടെയും സന്താനമായി ജനിച്ചവനോ ഏതെങ്കിലും സന്താനത്തെ ജനിപ്പിച്ചവനോ അല്ല. അല്ലാഹുവിനെ പോലെ ആരുമില്ല. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്? കാരണം ബിദ്അത്തിന്റെ കക്ഷികൾ, പിഴച്ച വിഭാഗങ്ങൾ അല്ലാഹുവിനെ കാണും എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറയും കാണുക സൃഷ്ടികളെയാണ്. സൃഷ്ടികളുടെ രൂപം പോലെയുള്ള രൂപം ഉണ്ടായാലാണ് കാണാൻ കഴിയുക എന്ന് പറഞ്ഞവർ അതിനെ നിഷേധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഒന്നും തന്നെ പടപ്പുകളെ പോലെയല്ല. അള്ളാഹുവിനെ പോലെ ആരുമില്ല. വലൈസ ബിമൗലൂദിൻ വലൈസ ബിവാലിദ്, അവൻ ആരുടെയും സന്താനമായി ജനിച്ചുണ്ടായവനല്ല. വലൈസ ബിവാലിദിൻ, അള്ളാഹു ഏതെങ്കിലും ഒരു സന്താനത്തെ ജനിപ്പിച്ചവനുമല്ല. ഇത് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ രണ്ട് കാര്യം വന്നത് ഏത് സൂറത്തിനാണ്? സൂറത്തു ഇഖ്ലാസ്. ലം യലിദ് വലം യൂലദ്. ലം യലിദ്, അള്ളാഹു ഒരു സന്താനത്തെ ജനിപ്പിച്ചവനല്ല. വലം യൂലദ്, അവൻ ആരുടെയെങ്കിലും സന്താനമായി ജനിച്ചവനുമല്ല. ഖുർആനിൽ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞതിനെ നിഷേധിച്ച, അതിനെ എതിർത്ത പല ആയത്തുകളുണ്ട്, പല സൂറത്തുകളിൽ. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. ഏത് സൂറത്തിലാണ്? ഏത് സൂറത്തിലാണ്? സൂറത്ത് മറിയം. അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് അവർ പറഞ്ഞു. لقد جئتم شيئا إدا, വളരെ ഗുരുതരമായ ഒരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. തകാദു സമാവാതു യതഫത്തർന മിൻഹു, ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാറാകുന്നു ആ വാക്ക് കാരണത്താൽ. തൻഷഖുൽ അർദ്, ഭൂമി വിണ്ടുകീറുമാറാകുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്നു പോകുമാറാകുന്നു. ഇത്രയും ഗുരുതരമായ വാക്കാണ്. മറ്റു പല സൂറത്തുകളിലും ഇത് പറഞ്ഞത് കാണാം. എന്നാൽ അള്ളാഹു ആരുടെയെങ്കിലും സന്താനമായി ജനിച്ചവനല്ല, അള്ളാഹു ആരുടെയെങ്കിലും സന്താനമായവനല്ല എന്ന് ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതേത് സൂറത്തിലാണ്? സൂറത്തു അൽ ഇഖ്ലാസ്. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കാതെ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന വാദത്തെ എതിർക്കുക എന്ന കാര്യം ഖുർആനിൽ ആവർത്തിച്ചു വന്നത്? കാരണം ചരിത്രത്തിൽ പൊതുവെ അള്ളാഹുവിന് ഒരു പിതാവുണ്ട്, അള്ളാഹു ആരുടെയെങ്കിലും സന്താനമാണ് എന്ന് പൊതുവെ ആരെങ്കിലും പറഞ്ഞതായി അറിയപ്പെട്ടിട്ടില്ല. മറിച്ച് അള്ളാഹുവിന് സന്താനമുണ്ട് എന്നു പറഞ്ഞ ധാരാളം കക്ഷികളുണ്ട്. അതിൽ വിഷയം പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ആരെ കുറിച്ചാണ്? നസ്രാനികൾ. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സന്താനമാണെന്ന് അവർ പറഞ്ഞു. ഖാതലഹുമുല്ലാഹ്, യഹൂദികൾ പറഞ്ഞു ഉസൈറുൻ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ സന്താനമാണ്. അതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ സന്താനമാണ്. തആല അല്ലാഹു അമ്മാ യഖൂലുന ഉലുവൻ കബീറ, അതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. പക്ഷേ ഈ വാദം അള്ളാഹു ആരുടെയെങ്കിലും സന്താനമാണ് എന്നത് പൊതുവെ ആരും പറഞ്ഞതായി ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, ഖുർആനിൽ ഒരേ ഒരിടത്ത് മാത്രമാണത് പറഞ്ഞത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനൊരു പിതാവിൽ അവൻ ഔവലാണ്, അവൻ മുമ്പേ ഉള്ളവനാണ് എങ്കിൽ അവനൊരു സന്താനം ഉണ്ടാവുക എന്നതും ഒരിക്കലും യോജിക്കുകയില്ല. കാരണം ആർക്കാണ് സന്താനം ഉണ്ടാവുക? മറ്റൊരാളുടെ സന്താനമായി ജനിച്ച ആൾക്കാണ്. മറ്റൊരാളുടെ സന്താനമായി ജനിച്ച ആൾക്കാണ് സന്താനങ്ങൾ ഉണ്ടാവുക. ഒരാളുടെ മകനോ മകളോ ആയി ജനിച്ചതാരോ അവർക്കാണ് മകനോ മകളോ ഉണ്ടാവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഔവലാണ്. ഔവൽ അൻതൽ ഔവൽ ഫലൈസ ഖബ്ലക ശൈ, അല്ലാഹുവേ നീ ആദ്യമേ ഉള്ളവനാണ്, നിനക്ക് മുമ്പൊന്നുമില്ല. വഅൻതൽ ആഖിർ, നീ അവസാനമുള്ളവനാണ്, നിനക്ക് ശേഷം യാതൊന്നുമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഔവലിയത്തിന് ഒരു തുടക്കമില്ല, അവന്റെ ആഖിറിയത്തിന് ഒരു ഒടുക്കമില്ല. അവനെ പോലെ ഒരാളും തന്നെ ഇല്ല, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. വലൈസ ലഹു ശിബ്ഹുൻ
തആലൽ മുസബ്ബിഹു. ഈ കാര്യം, ഈ ഒരു വരി നോക്കൂ, അല്ലാഹുവിനെ കാണുക എന്ന വിഷയത്തിനിടയിൽ ഇമാം ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാ പ്രത്യേകം എടുത്തു കൊടുത്തിരിക്കുന്നു. ഇനി നോക്കൂ, ഇനി നമുക്ക് അല്ലാഹുവിനെ കാണുക, റുഅയത്തുല്ലാഹ് എന്ന മസ്അല, ആ പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് പഠിക്കാം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ കാണുക എന്ന കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടിയാണ് ജീവിക്കുന്നത്. അല്ലാഹുവിനെ കാണുക, റബ്ബിനെ കാണുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഏതൊരു റബ്ബിനെയാണോ ഒരു മുസ്ലിം അവന്റെ ജീവിതകാലം ഒന്നാകെ ആരാധിച്ചത്, ഏതൊരു റബ്ബിനു വേണ്ടിയാണ് അവൻ സുജൂദ് ചെയ്തത്, ഏതൊരു റബ്ബിന്റെ മുന്നിൽ മാത്രമാണ് അവൻ സുജൂദ് ചെയ്തത്, ഏതൊരു റബ്ബിനെയാണോ അവൻ തന്റെ ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചത്, ഏതൊരു റബ്ബിനാണ് അവൻ ദിക്ർ ചെയ്തത്, ഏതൊരു റബ്ബിനെയാണ് അവൻ കാണാതെ ഭയപ്പെട്ട് ജീവിച്ചത്, അള്ളാഹു അവന് നൽകുന്ന പ്രതിഫലമാണ് അള്ളാഹു അവനെ കാണിച്ചു കൊടുക്കുമെന്നത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കാണാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തവർക്ക് റബ്ബ് നൽകുന്ന പ്രതിഫലമാണെന്ത്? അള്ളാഹു അവർക്ക് അവനെ കാണിച്ചു കൊടുക്കുമെന്നത്. സുബ്ഹാനല്ലാഹ്. ആ രംഗം പോലെ മറ്റൊരു രംഗമില്ല, ആ കാഴ്ച പോലെ മറ്റൊരു കാഴ്ചയില്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സ്വർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റബ്ബിനെ കാണാനുള്ള ഈ മുഅ്മിനുകൾ, അതിനാണ് യഥാർത്ഥത്തിൽ, അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം. അതിനെത്തിയിട്ടുള്ള മുഅ്മിനുകൾക്കുള്ള വിരുന്നു മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വർഗം. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കൂ, ഏത് സ്വർഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്? ഇതിൽ അവസാനം പ്രവേശിക്കുന്ന ആൾ വരെ ഈ ലോകം അടക്കി ഭരിച്ച ഒരു രാജാവിനേക്കാൾ ശ്രേഷ്ഠമായ ഉന്നതമായ സൗകര്യങ്ങളിലായിരിക്കും. ഇതിൽ അവസാനം കയറിയ ആൾ വരെ വിചാരിക്കും, എന്നെക്കാൾ സുഖം ഉള്ള ഒരാളും സ്വർഗത്തിലില്ല. ഇതാണ് സ്വർഗത്തിന്റെ സ്ഥിതി. പക്ഷേ എന്താണ്? റബ്ബിനെ കണ്ടാൽ അവനതാണ് ഏറ്റവും വലുത്. അള്ളാഹുവിനെ കണ്ടാൽ അതാണ് അവന് യഥാർത്ഥത്തിൽ ഏറ്റവും വലുത്. നിങ്ങൾ നോക്കൂ, റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയവൻ, അവൻ നൽകാത്തതായി മറ്റൊന്നുമില്ല. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്. നിങ്ങൾക്ക് ഏതേത് അനുഗ്രഹങ്ങളുണ്ടോ ഫമിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുപോലെ എല്ലാ ശ്രേഷ്ഠമായ വിശേഷണങ്ങളും അള്ളാഹുവിനുള്ളതാണ്. അവനാണ് നമ്മെ സൃഷ്ടിച്ചവൻ, അവനാണ് ഏറ്റവും ഭംഗിയുള്ളവൻ, അവനാണ് ഏറ്റവും കഴിവുള്ളവൻ. ആ റബ്ബിനെ നാളെ പരലോകത്ത് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ നോക്കൂ, ഈ ലോകത്തെ ഭംഗിയുള്ള പൂക്കളും അതുപോലെ ഇടങ്ങളും ആളുകളും നമുക്ക് കണ്ടാൽ കണ്ണിന് കുളിർമയേകുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ആ ഭംഗിയും അത് കണ്ടാലുള്ള കൺകുളിർമയും നൽകിയവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എന്തായിരിക്കും അവന്റെ ഭംഗി എന്നാൽ, അവനെ കാണുന്ന കാഴ്ച എന്നാൽ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഈ ലോകത്ത് ഒരു മനുഷ്യനെ, അള്ളാഹു സൃഷ്ടിച്ച ഒരു മനുഷ്യനെ കണ്ടപ്പോൾ, ആ മനുഷ്യന്റെ ഭംഗി കണ്ടപ്പോൾ, പണ്ട് ആ സ്ത്രീകൾ അവരുടെ കൈകൾ മുറിച്ചുപോയെങ്കിൽ, സുബ്ഹാനല്ലാഹ്, യൂസുഫ് അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ യൂസുഫ് നബിയുടെ ഭംഗിയിൽ, ജമാലിൽ മതിമറന്ന് ഖത്തഅന ഐദിയഹുൻ, അവരവരുടെ കൈകൾ മുറിച്ചുപോയെങ്കിൽ, യാ സുബ്ഹാനല്ലാഹ്, നിന്റെ റബ്ബിനെ കാണുന്ന ആ രംഗം എന്തായിരിക്കും? അള്ളാഹുവിനെ കാണുന്ന രംഗം അത് എന്തായിരിക്കും? അതാണ് ഏറ്റവും പരിപൂർണമായ സുഖമെന്ന് പറയുന്നത്. സ്വഹൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചാൽ, യഖൂലു അല്ലാഹു തബാറക വ തആല, അല്ലാഹു അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഇനി എന്താണ് ഞാൻ അധികമായി നൽകേണ്ടത്? ഫയഖൂലൂന അലം തുബയ്യിദ് വുജൂഹന, അവർ പറയും, റബ്ബേ നീ ഞങ്ങളുടെ മുഖങ്ങൾ വെളുപ്പിച്ചു തന്നില്ലയോ? അലം തുദ്ഖിലൽ ജന്ന, നീ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചില്ലയോ? വതുനജ്ജിന മിനൻ നാർ, നീ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലയോ? ഖാല ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പോൾ അല്ലാഹു അവന്റെ മറ നീക്കുന്നതാണ്. ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, തങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുക
എന്നതിനേക്കാൾ പ്രിയങ്കരമായ മറ്റൊരു കാര്യവും അവർക്ക് പിന്നെ ഉണ്ടായിരിക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, ഈ കാര്യത്തിനു വേണ്ടി റബ്ബിനെ കാണുക എന്നതിനു വേണ്ടിയാണ് നമ്മുടെ മുൻഗാമികൾ അവർ അധ്വാനിച്ചതും അവർ പണിയെടുത്തതും അവർ കഷ്ടങ്ങൾ സഹിച്ചതും ദുനിയാവിലെ പ്രയാസങ്ങൾ അവർക്ക് ഒന്നുമല്ലാതായി തീർന്നതുമെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ റബ്ബിനെ കാണുക എന്ന ആഗ്രഹം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു, ആ മഹാനായ സഹാബിയെ മക്കയിലെ തെരുവ് കുട്ടികളുടെ കയ്യിൽ വലിച്ചു കൊണ്ടുപോകാൻ മുശ്രിക്കുകൾ ഇട്ടുകൊടുത്തപ്പോൾ അതിശക്തമായ വെയിലിൽ വലിയ പാറക്കല്ല് നെഞ്ചത്ത് കയറ്റി വെച്ചപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലാതായി മാറാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് നയിച്ചതെന്താണ്? സഹാബത്തിന് അതിലേക്ക് നയിച്ചതെന്താണ്? അവർ ജീവിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. അള്ളാഹുവിനെ കാണാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ അവർ ജീവിച്ചത്. അതിനുവേണ്ടി ക്ഷമിച്ചിരിക്കാനാണ് അള്ളാഹു മുഅ്മിനുകളോട് പറഞ്ഞത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശീ യുരീദൂന വജ്ഹ. വസ്ബിർ നഫ്സക, നീ നിന്റെ നഫ്സിനെ പിടിച്ചു വെക്കുക. മഅല്ലദീന യദ്ഊന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ രാവിലെയും വൈകുന്നേരം. യുരീദൂന വജ്ഹ, അവരുടെ ഉദ്ദേശം എന്താണ്? റബ്ബിന്റെ വജ്ഹാണ്, അള്ളാഹുവിനെ കാണുക എന്നതാണ് അവരുടെ ഉദ്ദേശം. നോക്കൂ, പരലോകത്തെ ഏറ്റവും വലിയ സുഖം അള്ളാഹുവിനെ കാണുക എന്നതാണ് എങ്കിൽ ദുനിയാവിലെ ഏറ്റവും സന്തോഷം നൽകുന്ന, സുഖം നൽകുന്ന സ്ഥിതി എന്താണ്? അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമാണ്. الشوق إلى لقاء الله. إمام ابن القيم رحمه الله അദ്ദേഹം പറഞ്ഞു, والله ما في هذه الدنيا ألذ من اشتياق العبد للرحمن وكذاك رؤية وجهه سبحانه هي أكمل اللذات للإنسان. അള്ളാഹുവാണ് ഈ ലോകത്ത് അടിമ റഹ്മാനായ റബ്ബിനെ കാണാനുള്ള ആഗ്രഹം വെച്ചു പുലർത്തുക എന്നതിനോളം മനോഹരമായ മറ്റൊന്നുമില്ല. പരലോകത്താകട്ടെ അള്ളാഹുവിനെ കാണുക എന്നതാണ് ഏറ്റവും വലിയ സുഖം. മുഅ്മിനുകൾ അത് ആഗ്രഹിക്കും, അവരതിനു വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കും. ഷൗഖു ഇലാ ലിഖാഇല്ലാഹ്, അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം. അള്ളാഹു അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ സൂറത്തുൽ അൻകബൂത്തിൽ പറയുകയുണ്ടായി, മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജല അല്ലാഹി ലആത്. ആരാണോ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഫഇന്ന അജല അല്ലാഹി ലആത്, അള്ളാഹു നിശ്ചയിച്ച അവധി അത് വരുന്നതാണ്. ക്ഷമിക്കുക, പ്രയാസങ്ങൾ അവസാനിക്കും. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം മരണം അവന് റാഹത്താണ്. കാരണം അവൻ ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അതിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻ, റാഹത്താകുന്നവനുണ്ട്, അവനെ കൊണ്ട് മറ്റുള്ളവർ റാഹത്താകുന്നവരുമുണ്ട്. സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ മുസ്തരീഹ്, ആരാണ് മുസ്തറാഹുൻ മിൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിൻ മരിച്ചാൽ അവൻ ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് റാഹത്താവുകയാണ്, ഇനി ബുദ്ധിമുട്ടില്ല. ഫാത്തിമയോട് റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് പറഞ്ഞതുപോലെ, ലാ കർബ അബീക് ബഅദൽ യൗം, ഇതാ ഈ ദിവസത്തിന് ശേഷം മോളെ ഉപ്പാക്കിന് ഒരു പ്രയാസവുമില്ല. എന്നാൽ മുസ്തറാഹു മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അഥവാ ചിലർ മരിച്ചാൽ യസ്തരീഹു മിൻഹുൽ ഇബാദു വൽ ബിലാദു വശജർ വദ്ദവാബ്, ചിലർ മരിച്ചാൽ മനുഷ്യരും അതുപോലെ നാടും മരങ്ങളും മൃഗങ്ങളും പോലും ആശ്വസിക്കും. അവന്റെ ശർറ് തീർന്നല്ലോ. അതാണ് മോശക്കാരായ ആളുകളാണ്. നഅൂദു ബില്ലാഹ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കാണാനുള്ള യാത്ര, അതിൽ പ്രയാസഘട്ടങ്ങൾ നീങ്ങുകയാണ് അവന്റെ മരണത്തോടെ. അതുകൊണ്ട് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം അത് മുഅ്മിനുകളെ ഈ ലോകത്ത് നന്മയിൽ പിടിച്ചു നിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. വഅസ്അലുക ലദ്ദത അൻ-നദർ ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലദ്ദത അൻ-നദർ ഇലാ വജ്ഹിക്, നിന്റെ മുഖം കാണാനുള്ള, ആ മുഖം കണ്ട് ആസ്വദിക്കാനുള്ള തൗഫീഖ്. വശൗഖ ഇലാ ലിഖാഇക്, നിന്നെ കാണാനുള്ള ആഗ്രഹം. ഒന്ന് ദുനിയാവിലാണ്, മറ്റൊന്ന് പരലോകത്താണ്. ദുനിയാവിൽ അള്ളാഹുവിനെ കാണാനുള്ള ഷൗഖ്. റബ്ബിനെ കാണാനാണ് ഒരുവൻ ജീവിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുക? അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ചെയ്യും. കാരണം അവൻ ജീവിക്കുന്നത് അള്ളാഹുവിനെ കാണാനാണ്. അവനങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് മുന്നിൽ സുജൂദ് ചെയ്യും, അള്ളാഹു അല്ലാത്തവരോട് തേടും, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പണിയെടുക്കും.
അള്ളാഹു അല്ലാത്തവരെ കാണിക്കാൻ അവരുടെ തൃപ്തിക്ക് അല്ല, അവൻ റബ്ബായിരിക്കും അവന്റെ ലക്ഷ്യം. അവൻ അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ വജുഹുമായിരിക്കും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. നോക്കൂ, ഈ ആഗ്രഹം നമുക്കുണ്ടാകണം, ഈ ആഗ്രഹം ഉണ്ടാകണം. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം എന്തു ചോദിച്ചത്? റബ്ബി അരിനി അൻദുർ ഇലൈക്. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സംസാരം കേട്ടു. അള്ളാഹുവിന്റെ സംസാരം കേട്ടപ്പോൾ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് മൂസാ നബി എന്ത് ചോദിച്ചത്? റബ്ബി അരിനി അൻദുർ ഇലൈക്. എന്റെ റബ്ബെ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ. അൻദുർ ഇലൈക്, ഞാൻ നിന്നെ നോക്കട്ടെ. നോക്കൂ നിങ്ങൾ, മൂസാ നബിയുടെ ആ ചോദ്യങ്ങളും ചിന്തിച്ചു നോക്കൂ. റബ്ബി അരിനി അൻദുർ ഇലൈക്, എന്റെ റബ്ബെ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ. അൻദുർ ഇലൈക്, ഞാൻ നിന്നെ നോക്കട്ടെ. അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിന്റെ ചോദ്യമാണ്. അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിന്റെ ചോദ്യം ഇത് സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യമായിരിക്കണം. ഇത് ലക്ഷ്യമാക്കി മാറ്റണം. അള്ളാഹുവിനെ കാണുക എന്നത് ജീവിത ലക്ഷ്യമാക്കി മാറ്റണം. എങ്കിൽ നമ്മുടെ ജീവിതം അത് ഏറ്റവും നല്ല ജീവിതമായി തീരും. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അവനോടുള്ള സ്നേഹം, അവനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, ഇത് രണ്ടുമാണ് ഈ ആഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുക. ഒന്ന് അള്ളാഹുവിനെ അറിയുക, അവന്റെ പേരുകളിലൂടെ, അവന്റെ വിശേഷണങ്ങളിലൂടെ. അതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുക. ഇത് രണ്ടിലൂടെയുമാണ് യഥാർത്ഥത്തിൽ നോക്കുക അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം നമുക്കുണ്ടാവുക. ഇതാണ് അള്ളാഹുവിനെ കാണുക, റുഅ്യത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ ആമുഖമായി നമുക്ക് മനസ്സിലാക്കാനുള്ള. ഇനി എന്താണ് അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ എന്താണ്? മുഅ്മിനീങ്ങൾ അഹ്ലുസുന്ന വിശ്വസിക്കുന്നു, അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു റബ്ബിനെ നാളെ പരലോകത്ത് വെച്ച് മുഅ്മിനുകൾ കാണുന്നതാണ്. പരലോകത്ത് വെച്ച് കാണുന്നതാണ്. ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ശേഷി നമുക്കില്ല. അതുകൊണ്ട് ദുനിയാവിൽ ആരും അള്ളാഹുവിനെ കാണുകയില്ല. പരലോകത്താകട്ടെ സ്വർഗത്തിലാകട്ടെ അള്ളാഹുവിനെ കണ്ടു നിൽക്കാനുള്ള ശേഷി അവൻ മുഅ്മിനുകൾക്ക് നൽകുന്നതാണ്. എന്തുകൊണ്ടാണ് ദുനിയാവിൽ റബ്ബിനെ കാണാത്തത്? ദുനിയാവിൽ റബ്ബിനെ കാണാത്തത് റബ്ബിനെ കണ്ടു നിൽക്കാനുള്ള ശേഷി മുഅ്മിനുകൾക്കില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെന്തുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്? കാരണം അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ കേവലം അതിൽ നമ്മുടെ പ്രവൃത്തി മാത്രമല്ല ഉള്ളത്. ചിന്തിക്കാൻ നിങ്ങൾ, അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ പ്രവൃത്തി മാത്രമാണോ ഉള്ളത്? ചിന്തിച്ചു നോക്കൂ. അല്ല, മറിച്ച് അതിൽ അള്ളാഹുവിന്റെ ഒരു സിഫത്തുണ്ട്, അള്ളാഹുവിന്റെ ഒരു വിശേഷണമുണ്ട്. ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ വിശേഷണമുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ വിശേഷണം? തജല്ലി. അള്ളാഹു പ്രത്യക്ഷപ്പെടും, അവനെ കാണിച്ചു കൊടുക്കും. ആ സിഫത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. തജല്ലി എന്ന റബ്ബിന്റെ സിഫത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ എന്ത് പറഞ്ഞത്? അല്ലാഹു ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽജബലി ജഅലഹു ദക്ക. അല്ലാഹു റബ്ബുൽ ആലമീൻ പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തു. അല്ലാഹു അതിന് പ്രത്യക്ഷപ്പെട്ടു, അത് തകർന്നുപോയി. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ റബ്ബിനെ കണ്ടു നിൽക്കാനുള്ള ശേഷി ഒരാൾക്കുമില്ല. ഈ ബലിഷ്ഠമായ പർവ്വതം, ഒരു പർവ്വതം എന്ന് പറഞ്ഞാൽ അതത്ര കരുത്തുറ്റതാണ്. കരുത്തിന്, ഉറപ്പിന് ഉദാഹരണമായി പറയാറുണ്ട് പർവ്വതത്തെ. ഒരു ജബല് പോലെ പർവ്വതം, അത് തകർന്നു പോകുമെങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ സ്ഥിതി? അതുകൊണ്ട് ദുനിയാവിൽ റബ്ബിനെ കാണുക സാധ്യമല്ല, അഥവാ അതിന് മനുഷ്യർക്ക് ശേഷിയില്ല. പരലോകത്താകട്ടെ സ്വർഗത്തിൽ അള്ളാഹു മുഅ്മിനുകൾക്ക് അതിനുള്ള ശേഷി നൽകുന്നതാണ്. ഈ ദുനിയാവിൽ റബ്ബിനെ കാണുകയില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമൂ, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അറിഞ്ഞു വെക്കുക, അന്നഹു ലൻ യറാ അഹദും മിൻകും റബ്ബഹു അസ്സ വജല്ല ഹത്താ യമൂത്ത്. നിങ്ങളിൽ ഒരാളും തന്നെ മരിച്ചാലല്ലാതെ അള്ളാഹുവിനെ കാണുകയില്ല. മരണത്തിനു ശേഷം മാത്രമേ അള്ളാഹുവിനെ കാണൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ റബ്ബിനെ, നിങ്ങളുടെ മരണത്തിനു ശേഷം മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ. നോക്കൂ, ഇതിൽ പിഴച്ച രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളുടെ വിശ്വാസമുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, ഒരു കൂട്ടരുടെ വാദം എന്താണ്? അള്ളാഹുവിനെ ഈ ലോകത്തും കാണും,
പരലോകത്തും കാണുമെന്ന് മാത്രമല്ല, അവരുടെ പിഴച്ച വിശ്വാസം അള്ളാഹു പടപ്പുകൾക്കിടയിൽ അവരിൽ ഒരുവനായി വന്നിരിക്കും, എന്നിട്ട് അവരുടെ കൂടെ ഇരിക്കും, ഈ രൂപത്തിൽ അവരോട് ഇടപഴകും, അവർ വീട്ടിലേക്ക് വരും. ഈ രൂപത്തിലുള്ള അങ്ങേയറ്റം പിഴച്ച വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. സൂഫികളിലെ അങ്ങേയറ്റം അവരിൽ കടുത്തുറച്ചുപോയ ആളുകൾ, വഹ്ദത്തുൽ വജൂദിന്റെ ആളുകൾ ഈ വിശ്വാസക്കാരാണ്. അള്ളാഹുവിനെ മുശ്രിക്കുകൾ റബ്ബിനെ കുറിച്ച് പറയുന്നത് പോലെ അവതാര സങ്കല്പം പോലെ പടപ്പുകൾക്കിടയിൽ അള്ളാഹു അവതരിക്കും എന്ന് പറയുന്നത് പോലുള്ള വിശ്വാസം സൂഫികൾക്കുണ്ട്. കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന വിശ്വാസമാണ്. മറ്റൊരു കൂട്ടരാരാണ്? അവർ ജഹ്മികളാണ്. എന്താണ് അവരുടെ വിശ്വാസം? അവരുടെ വിശ്വാസം അള്ളാഹുവിനെ ഈ ലോകത്തും കാണുകയില്ല, പരലോകത്തും റബ്ബിനെ കാണുകയില്ല. കാരണം അവരുടെ വാദം പ്രകാരം കാണുക എന്ന് പറഞ്ഞാൽ അത് പടപ്പുകളുടെ പോലെ ശരീരവും രൂപവും ഒക്കെ ഉള്ളവരാണ് കാണുക. അല്ലാത്ത റബ്ബിനെ അങ്ങനെ പറഞ്ഞാൽ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാകും. ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ കുഫറിന്റെ വിശ്വാസമാണ്. അങ്ങനെ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അവൻ പുറത്തു പോകും. നോക്കൂ, നിങ്ങൾ വിചാരിക്കരുത് എന്തിനാണ് ഈ കാലത്ത് ഇങ്ങനത്തെ വിശ്വാസങ്ങളും പിഴച്ച കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ പഠിക്കുന്നത്. ഈ കാലത്ത് അതുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന ആ അങ്ങേയറ്റം പിഴച്ച വിശ്വാസം എന്തിനാണ് ഈ കാലത്ത് നമ്മളോട് പഠിക്കുന്നത്? ഈ കാലത്ത് ഈ ബിദ്അത്തുകളുണ്ടോ? ഈ രൂപത്തിലുള്ള കുഫറിന്റെ വിശ്വാസങ്ങൾ ഒരു സംശയവുമില്ല, ഈ കാലത്തുമുണ്ട്. ആ ബിദ്അത്തുകളൊന്നും, ആ കുഫറിന്റെ വാദങ്ങളൊന്നും കുറ്റിയിട്ടു പോയിട്ടില്ല. അതിന്റെ പിൻഗാമികൾ, അതിന്റെ അനന്തരാവകാശികളായ ആളുകൾ ഇന്നുമുണ്ട്. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ടതില്ല. ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന് തെളിച്ചു പറയുന്നവർ, അള്ളാഹുവിനെ കാണും, അള്ളാഹുവിനെ കാണുകയില്ല എന്ന് തെളിച്ചു പറയുന്ന ആളുകളുണ്ട്. ഷിയകൾ, റാഫിദികൾ ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖാണ് എന്ന വിശ്വാസക്കാരാണ്. ഇബാദികൾ ആ വിശ്വാസക്കാരാണ്, അള്ളാഹുവിനെ കാണുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിലുള്ള കുഫറിന്റെ വിശ്വാസങ്ങൾ ഇന്നുമുണ്ട്, യാതൊരു സംശയവുമില്ല. ഇവിടെ നോക്കൂ, ഇമാം ഇബ്നു അബി ദാവൂദ് ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമുക്ക് ഈ വിഷയത്തിൽ തെളിവായുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ധാരാളം തെളിവുകളുണ്ട്. ജരീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പോലെ ധാരാളം തെളിവുകൾ ഉണ്ട്. അള്ളാഹുവിനെ പരലോകത്ത് കാണും എന്നതിനുള്ള തെളിവ്. ഇത് നോക്കൂ, പരലോകത്ത് മുഅ്മിനുകൾ റബ്ബിനെ രണ്ടിടങ്ങളിൽ വെച്ച് കാണുന്നതാണ്. ഹദീസുകളിൽ അക്കാര്യം വന്നിട്ടുണ്ട്. രണ്ടിടങ്ങളിൽ മുഅ്മിനുകൾ റബ്ബിനെ കാണുന്നതാണ്. ഒന്ന് ഫി അറസാത്തിൽ ഖിയാമ, മഹ്ശറിൽ വെച്ച്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ്. രണ്ട്, സ്വർഗത്തിൽ പ്രവേശിച്ചതിനു ശേഷം. ഈ രണ്ടിടങ്ങളിൽ മുഅ്മിനുകൾ റബ്ബിനെ കാണുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ ആ കാഴ്ച എന്ന് പറയുന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു തവണ മാത്രമല്ല, മറിച്ചത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. സഹിഹായ ഹദീസുകളിൽ എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗത്തിൽ മുഅ്മിനുകൾ റബ്ബിനെ കാണും എന്ന് വന്നിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും മുഅ്മിനുകൾ റബ്ബിനെ കാണുമെന്ന് ഹദീസുകളിൽ വന്നത് കാണാം. നോക്കൂ നിങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ കാണും പരലോകത്ത് വെച്ച്, ദുനിയാവിൽ വെച്ച് കാണുകയില്ല, കാരണം ആളുകൾക്ക് അതിനുള്ള ശേഷിയില്ല. രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? പരലോകത്ത് ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപും പ്രവേശിച്ചതിനു ശേഷവും മുഅ്മിനുകൾ റബ്ബിനെ കാണും. മാത്രമല്ല, ആ കാഴ്ച അത് ആവർത്തിക്കും. അതൊരു തവണ അല്ല, ഒന്നിലധികം തവണ ആവർത്തിക്കും. എല്ലാ യൗമുൽ ജുമുഅയിലും മുഅ്മിനുകൾ റബ്ബിനെ കാണുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുമെന്നാണ്? നമ്മുടെ മുഖത്തുള്ള ഈ കണ്ണുകൾ കൊണ്ട് കാണും. ഈ കണ്ണുകൾ കൊണ്ട് കാണും. അതല്ല എങ്കിൽ നോക്കൂ നിങ്ങൾ, പിഴച്ച പല കക്ഷികളും അത് ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അറിയുക, അതാണ് ഖുർആനിൽ വന്ന അള്ളാഹുവിനെ കാണും എന്ന് പറഞ്ഞ ആയത്തിന്റെ ഒക്കെ അർത്ഥം എന്ന് പറഞ്ഞവരെ കാണാം. സുബ്ഹാനല്ലാഹ്. ഹൃദയം കൊണ്ട് മുഅ്മിനുകൾ
അള്ളാഹുവിനെ അറിയുന്നത് സ്വർഗത്തിൽ വെച്ച് മാത്രമാണോ? അല്ല, അത് ദുനിയാവിലും മുഅ്മിനുകൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അറിയുന്നവരാണ്, സംശയമില്ല. മറിച്ച് രണ്ട് മുഖത്തുള്ള കണ്ണുകൾ കൊണ്ട് യഥാർത്ഥ കാഴ്ച കാണുമെന്ന് തന്നെയാണ്. നോക്കൂ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് റബ്ബിനെ കാണുമെന്നതിന് തെളിവായി ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ഖിയാമയിലെ ആയത്ത്. ആര് പറയും ആയത്ത്? അള്ളാഹുവിനെ കാണും എന്നതിന് തെളിവായി സൂറത്തുൽ ഖിയാമയിലുള്ള ആയത്ത്. ബാറകല്ലാഹു ഫീക്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ. വുജൂഹുൻ, ചില മുഖങ്ങൾ, യൗമഇദിൻ, ആ ദിവസം, നാദിറത്തുൻ, പ്രസന്നമായതായിരിക്കും. നാദിറത്തുൻ, അവിടെ ബാദാണ്, ലാ അല്ല, ബാദ്. നാദിറത്തുൻ, പ്രസന്നമായ മുഖങ്ങൾ. ഇലാ റബ്ബിഹ നാദിറ, അവിടെ ലാ ആണ്. ആ മുഖങ്ങൾ അവരുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നാദിറ, ഇല എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുക എന്നതല്ലാതെ മറ്റൊരർത്ഥമില്ല. അതല്ലാതെ നദറഹു എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ കാത്തിരിക്കുക എന്ന അർത്ഥം അവിടെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നദറ ഇല എന്ന് പറഞ്ഞ കണ്ണുകൾ കൊണ്ട് കാണുക എന്നത് മാത്രമാണ് അർത്ഥം. ചിലർ പറഞ്ഞു റബ്ബിനെ കാത്തിരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിഴച്ച കക്ഷികൾ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് കാത്തിരിക്കുക എന്നത് ഒരു അനുഗ്രഹമായി മാറുക? നമുക്കെല്ലാവർക്കും പറയാം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് കാത്തിരിക്കാൻ ഇഷ്ടം? കാത്തിരിപ്പ് എന്ന് പറഞ്ഞ ഒരു മുഷിഞ്ഞ പരിപാടിയാണ് കാത്തിരിക്കുക. കാത്തിരിപ്പ് ഒരിക്കലും അനുഗ്രഹമല്ല. കാത്തിരിപ്പ് അത് പ്രതിഫലമല്ല, മറിച്ച് അത് ശിക്ഷയുടെ ഗണത്തിലാണ് പെടുത്താൻ പറ്റുക. റബ്ബിനെ കാണുമെന്നാണ് അതിന്റെ അർത്ഥം. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, റബ്ബിനെ കണ്ണുകൾ കൊണ്ട് കാണും. ഇനി നോക്കൂ നിങ്ങൾ, ജരീർ റളിയല്ലാഹു അൻഹുവിന്റെ നേരത്തെ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും അയാനൻ. ഇന്നകും സതറൗന റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. അയാനൻ, എങ്ങനെ കാണും? കണ്ണുകൾ കൊണ്ട് കാണും. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നമ്മൾ നമ്മുടെ റബ്ബിനെ കാണുക എങ്ങനെയാണ്? മുഖത്തുള്ള ഈ കണ്ണുകൾ കൊണ്ടാണ് കാണുക. നാലാമത്തേത്, അല്ലാഹുവിനെ കാണുക എന്നാൽ അത് ആ റുഅ്യ, അത് റുഅ്യതു നഈം, അത് സുഖകരമായ കാഴ്ചയാണ്. ആ കാഴ്ചയിൽ ഒരിക്കലും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഒരു പ്രയാസവും ഒരിക്കലും ഉണ്ടാവുകയില്ല. അത് സുഖകരമായ അനുഗ്രഹത്തിന്റെ കാഴ്ചയാണ്. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാഴ്ചയെ സിയാദ എന്ന് വിശേഷിപ്പിച്ചത് കാണാം. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ പറയുന്നു, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ. ലില്ലദീന അഹ്സനു, ആരാണോ നന്മ പ്രവർത്തിച്ചത് അവർക്കുണ്ടായിരിക്കും അൽ ഹുസ്ന. അൽ ഹുസ്ന എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്ന, സ്വർഗ്ഗമാണ്. അതിന്റെ വാക്കർത്ഥം ഏറ്റവും നല്ലത് എന്നാണ്. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അഹ്സൻ എന്നതിന്റെ മുഅന്നഥായ സിഗയാണ്. അൽ ഹുസ്ന, ഏറ്റവും നല്ലത് നന്മ ചെയ്തവർക്കുണ്ടായി, അഥവാ സ്വർഗം. വസിയാദ, അധികമായി മറ്റൊന്നുണ്ടായിരിക്കും. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹുവിനെ കാണുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, ശ്രദ്ധിക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു ആയത്തിൽ സ്വർഗത്തെ ഏറ്റവും നല്ലത് ഹുസ്ന എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. റബ്ബിനെ കാണുക എന്നത് സിയാദ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. കാരണം സ്വർഗം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എല്ലാം ലക്ഷ്യമാണ്. ഇതിലൊരു പ്രയാസവും ഒരിക്കലും ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ കാണുക എന്നത് അവിടെയുള്ള ഏറ്റവും വലിയ സുഖമാണ്. എന്നാൽ ആ കാഴ്ചയാകട്ടെ എല്ലാ സമയത്തും ഉണ്ടാകുമോ? ഇല്ല. കാഴ്ച ആവർത്തിക്കും. പക്ഷെ എല്ലാ സമയത്തും മുഅ്മിനുകൾ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുമോ? ഇല്ല. അതിൻ്റെതായ സമയമുണ്ട്. പക്ഷേ ആ റബ്ബിനെ കാണുന്ന കാഴ്ച കഴിഞ്ഞ് അതിനുശേഷം അവർ സ്വർഗത്തിലേക്ക്, അവരുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങിയാൽ ഒരു കുറവ് അവർക്ക് അനുഭവപ്പെടുകയില്ല. കാരണം ഈ ലഭിച്ചതൊരു സിയാദത്താണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വ സിയാദ. ഈ അനുഭവം റബ്ബിനെ കാണുക എന്നത് അത് സിയാദത്തായി, സ്വർഗത്തിലുള്ള സുഖങ്ങൾക്കപ്പുറം അവർക്ക് ലഭിച്ചതാണ്. ആ കാഴ്ച അതിനിടവേളകൾ ഉണ്ടാകും, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയില്ല. പക്ഷെ ആ ഇടവേളകളിൽ അവർക്ക് സ്വർഗത്തിന് എന്തെങ്കിലും കുറവ് അനുഭവപ്പെടുമോ? സ്വർഗത്തിൽ ഒരിക്കലും ഒരു കുറവും അനുഭവപ്പെടുകയില്ല.
സ്വർഗം അവിടെ ഉള്ള ഏതൊരാളും അവസാനം പ്രവേശിക്കുന്നയാൾ വരെ ഞാനാണ് ഏറ്റവും സുഖങ്ങൾ അനുഭവിക്കുന്നയാൾ എന്നാണ് വിചാരിക്കുക. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് നഈമായി, ഏറ്റവും വലിയ സുഖമായി നിശ്ചയിച്ചിരിക്കുന്നു. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിനെ മുഅ്മിനുകൾ കാണും. പക്ഷേ അവനെ മുഴുവനായി കാണുക, പരിപൂർണമായി അള്ളാഹുവിനെ കാണുക എന്നത് സാധ്യമല്ല. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. കണ്ണുകൾ അവനെ ഇദ്റാക്ക് ചെയ്യുക. എന്താണ് ഇദ്റാക്ക് എന്നാൽ? പരിപൂർണമായി കാണുക എന്നതാണ്. അത് കാണുകയില്ല. മറിച്ച് വഹുവ യുദ്രികുൽ അബ്സാർ, അവനാണ് കാഴ്ചയെ, കണ്ണുകളെ പരിപൂർണമായി കാണുന്നവൻ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരുപാട് പേർക്ക് വഴിതെറ്റിയത് നമുക്ക് കാണാം. ഈ കാഴ്ചയെ നിഷേധിക്കുന്ന പല കൗമും പറഞ്ഞതാണെന്ത്? കാണുക എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കും, അപ്പോൾ ആ കാണുന്നത് എന്തിനാണോ കാണുന്നത് അത് ഏതെങ്കിലും സ്ഥലത്ത് ഒതുങ്ങിയിരിക്കണം, ഏതെങ്കിലും പരിധിക്കുള്ളിലായിരിക്കണം. ഈ രൂപത്തിലുള്ള തെറ്റായ സങ്കല്പങ്ങളാണ് അവരുടെ മനസ്സിൽ ഉള്ളത്. കാരണം അവർ റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ പടപ്പുകളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെയാണ് ചിന്തിക്കുന്നത്. പ്രശ്നം പറ്റിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾക്കല്ല, അള്ളാഹുവിന്റെ ആയത്തുകൾക്കല്ല, അവരുടെ ചിന്തക്കാണ് പ്രശ്നം പറ്റിയത്. അവർ അള്ളാഹുവിനെ കുറിച്ച് പടപ്പുകൾ പോലെയാണ് ചിന്തിക്കുന്നത്. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ പടപ്പുകളെ നമ്മൾ കാണുന്ന കാഴ്ച തന്നെ എല്ലാ കാഴ്ചയും ഒരുപോലെയാണോ? ഞാൻ നിങ്ങളെ കാണുന്നത് ഒരു പോലെയല്ല നിങ്ങൾ എന്നെ കാണുന്നത്. അല്ല, ഒരു സ്ഥലത്ത് ഉയർന്നിരിക്കുന്ന ഒരാളെ എല്ലാവരും കാണുന്നതും ഒരുപാട് പേർ താഴെ ഇരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് കാണുന്നതും രണ്ട് കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. പടപ്പുകളെ നോക്കിക്കാണുന്ന കാഴ്ച പോലും പരസ്പരം വ്യത്യാസമുണ്ട്. പിന്നെ എങ്ങനെയാണ് റബ്ബ് ഖാലിഖായ മാലിക്കുൽ മുൽക്കായ റബ്ബിനെ കാണുന്നതും പടപ്പുകളെ കാണുന്നതും ഒരുപോലെ ആവുക? കാണും, പക്ഷെ മുഴുവനായി കാണുകയില്ല. അതെങ്ങനെ? യാ സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കടൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? കടലിന് മുന്നിൽ പോയി നിന്നിട്ടില്ലേ നിങ്ങൾ? കാണുന്നുണ്ടോ? കാണും. മുഴുവനായി കാണുന്നുണ്ടോ? മുഴുവനായി കാണുന്നുണ്ടോ? അങ്ങേയറ്റം അപ്പുറത്തറ്റം എല്ലാ ഭാഗങ്ങളും ഇല്ല. കടലിന്റെ മുന്നിൽ, അതിന്റെ ഗാംഭീര്യത്തിന് മുന്നിൽ, അതിന്റെ വലിപ്പത്തിന് മുന്നിൽ അന്താളിച്ചിങ്ങനെ നിൽക്കുകയല്ലാതെ മറ്റ് അതിനപ്പുറം സാധ്യമല്ല. ഇത് അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്, ഒരു സൃഷ്ടിയാണ്. എന്തായിരിക്കും റബ്ബിനെ കാണുന്ന കാഴ്ച? ഒരു സൃഷ്ടിയെ കാണുന്ന കാഴ്ച ഇതാണ് എങ്കിൽ അള്ളാഹുവിനെ കാണുന്ന കാഴ്ച എന്തായിരിക്കും? അതാണ് പറയുന്നത്. അവനെ കാണാൻ സാധിക്കും, പക്ഷെ പരിപൂർണമായി അവനെ കാണാൻ, കണ്ണിൽ അവനെ പരിപൂർണമായി കൊണ്ടുവരാൻ ഒരിക്കലും സാധ്യമല്ല. ഇങ്ങനെ അള്ളാഹുവിനെ കാണും എന്നത് വിശ്വസിക്കുക നമുക്ക് നിർബന്ധമാണ്. അതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫറായി തീരും. അതിനെ നിഷേധിച്ചവൻ കാഫറായി തീരും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി ഇമാം അൽ അജൂറി അദ്ദേഹത്തിന്റെ ശരീഅയിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം അഹ്മദിന്റെ അരികിൽ ദുഖിറ ഇൻദഹു ശൈഉൻ മിന റുഅ്യ, അള്ളാഹുവിനെ കാണുന്ന കാഴ്ചയെ നിഷേധിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അരികിൽ പറഞ്ഞു. ഫഗളിബ്, ഇമാം അഹ്മദ് കോപിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, മൻ ഖാല ഇന്നല്ലാഹ തആല ലാ യുറാ ഫഹുവ കാഫിർ. ആരാണോ അള്ളാഹുവിനെ കാണുകയില്ല എന്ന് പറഞ്ഞത് ഫഹുവ കാഫിർ, അവൻ കാഫിറാണ്. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിൽ ഇതുപോലെ ഒരാൾ അള്ളാഹുവിനെ കാണുന്നതിനെ നിഷേധിക്കുന്നു എന്ന് അറിയിച്ചപ്പോൾ ഫഗളിബ ഗളബൻ ശദീദൻ, ഇമാം അഹ്മദ് കഠിനമായി കോപിച്ചു. എന്നിട്ട് പറഞ്ഞു, മൻ ഖാല ബിഅന്ന അല്ലാഹ തആല ലാ യുറാ ഫിൽ ആഖിറതി ഫഖദ് കഫർ. പരലോകത്ത് അള്ളാഹുവിനെ കാണുകയില്ല എന്ന് ആരെങ്കിലും ബാധിച്ചാൽ അവൻ കാഫിറാണ്. അലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകും. വഗദബു, അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. വഗദബു, അള്ളാഹുവിന്റെ കോപമുണ്ടാകും. മൻ കാന മിനൻ നാസ്, അവൻ ആര് തന്നെ ആയിരുന്നാലും ശരി, അവൻ ആരായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ കോപമാണ് അവൻ ഉണ്ടാവുക, അവന്റെ ശാപമാണ് ഉണ്ടാവുക, അവൻ കാഫിറാണ്. ഇനി സഹോദരങ്ങളെ, എന്താണ് അള്ളാഹുവിനെ കാണും എന്നതിനുള്ള തെളിവുകൾ എന്താണ്? ആദ്യം ഇമാം ഇബ്നു അബീ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹം സൂചിപ്പിച്ച ഹദീസ് നമുക്ക് വായിക്കാം. ഇമാം ബുഖാരി മറ്റും ഉദ്ധരിച്ച ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ മഹാനായ സഹാബി എന്താണ് പറയുന്നത്? കുന്നാ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. ഫനദറ ഇലൽ ഖമരി ലൈലത്തൽ ബദ്രി, ഫനദറ ഇലൽ ഖമർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ നോക്കി. അന്ന് 14-ാം രാവായിരുന്നു, പരിപൂർണമായ ചന്ദ്രനുള്ള രാവായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നകും സതറൗന റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്നതാണ്. കമാ തറൗന ഹാദൽ ഖമർ, ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അതുപോലെ. ലാ തുദാമ്മൂന ഫി റുയതിഹി, ആ കാഴ്ച നിങ്ങൾക്കൊരു പ്രയാസവും ആ കാഴ്ച കാണാൻ ഉണ്ടാവുകയില്ല. തുദാമൂന അതുപോലെ തുദാമ്മൂന, രണ്ട് രൂപത്തിൽ വായനയുണ്ട്, മീമിന് ശദ്ദ് കൊടുത്തിട്ടുമല്ലാതെ. ഒന്നിന്റെ അർത്ഥം നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടി വരികയില്ല, കാഴ്ചയ്ക്ക് നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ ഫഫഅലു, അതുകൊണ്ട് നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും അസ്തമിക്കുന്നതിന് മുമ്പുമുള്ള 2 നിസ്കാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് നഷ്ടപ്പെടാതെ അങ്ങേയറ്റം സൂക്ഷിച്ചുകൊള്ളുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല അൽ ഗുറൂബ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും നിന്റെ റബ്ബിനെ നീ തസ്ബീഹ് ചെയ്യുക, അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക, അവനെ ഹംദ് ചെയ്യുക. നോക്കൂ, ഫജ്റിന്റെയും അസ്റിന്റെയും പ്രാധാന്യമാണ്. 5 നേരത്തെ ഫർദായ നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ 2 നിസ്കാരങ്ങൾക്കാണ്, ഫജ്റും അതുപോലെ അസ്റും. നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക, നാളെ പരലോകത്ത് റബ്ബിനെ കാണാനുള്ള വഴിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുമെന്ന് പറയുകയാണ്. ചില ഹദീസുകളിൽ കാണാം, മേഘങ്ങളൊന്നുമില്ലാത്തപ്പോൾ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമോ? സഹാബത്ത് പറഞ്ഞില്ല. മേഘങ്ങളൊന്നുമില്ലാത്തപ്പോൾ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമോ? സഹാബത്ത് പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്നില്ല. എന്താണ് ഈ അതുപോലെ എന്ന് പറഞ്ഞാൽ? കമാ തറൗന എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കാണുന്ന ചന്ദ്രനെ റബ്ബിനോട് ഉപമിച്ചതാണോ? ഒരിക്കലുമല്ല. മറിച്ച് അവിടെ കാഴ്ചയോടാണ് ഉപമിച്ചത്. കാഴ്ച ആരുടെ പ്രവൃത്തിയാണ്? നമ്മുടെ പ്രവൃത്തിയാണ്. കാഴ്ച അള്ളാഹുവിന്റെ സിഫത്തായ കാഴ്ചയെ കുറിച്ചല്ല ഈ പറയുന്നത്, നമ്മുടെ പ്രവർത്തനമാണ്. നിങ്ങൾ സൂര്യനെ ചന്ദ്രനെ എത്ര തെളിഞ്ഞു കാണുന്നുവോ, പ്രയാസമില്ലാതെ കാണുന്നുവോ, അതുപോലെ റബ്ബിനെ കാണുന്നതാണ്. ഈ കാണപ്പെടുന്നതിനെ കാണപ്പെടുന്ന റബ്ബിനോട് ഉപമിച്ചതല്ല, മറിച്ച് കാഴ്ചയോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. അതുപോലെ ആ ഉപമയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാഠം എന്താണ്? ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ മുഅ്മിനുകൾ കാണുക എങ്ങനെയാണ്? മിൻ ജിഹത്തിൽ ഉലൂ, മുകളിലേക്ക് നോക്കിയാണ് അവർ കാണുക. റബ്ബിനെ എങ്ങനെയാണ് കാണുക? മുകളിലേക്ക് നോക്കിയാണ് കാണുക, സംശയമില്ല. കാരണം ഇത് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ചില പിഴച്ച കക്ഷികൾ, നമ്മുടെ നാട്ടിലെ അശാരികൾ, അവരുടെ നേതാക്കന്മാർ പറഞ്ഞു അള്ളാഹുവിനെ കാണൂല്ലാതും കൂടി പറഞ്ഞാൽ അഹ്ലുസുന്നത്തിന്റെ ഇമാമികൾ ഒന്നാകെ കുഫറാകുമെന്ന് പറഞ്ഞ കാര്യം. കാണും, പക്ഷേ അതേതെങ്കിലും ഒരു ദിശയിലേക്കല്ല, ബിദൂനി ജിഹ. സുബ്ഹാനല്ലാഹ്. അവരുടെ കൂട്ടത്തിൽ തന്നെ ചിലർ പറഞ്ഞത് കാണാം, ഇത് ഒരിക്കൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുകയില്ല. കാഴ്ച എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് നോക്കാതെ കാണാൻ സാധ്യമല്ല. കാഴ്ച നമ്മുടെ പ്രവൃത്തിയാണ്, മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കിയല്ലാതെ കാണാൻ കഴിയില്ല, അത് നമ്മുടെ പ്രവൃത്തിയാണത്. എങ്ങോട്ടേക്കും നോക്കിയല്ലാതെ കാണാം. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹു മുകളിലാണുള്ളത് എന്നത് അംഗീകരിക്കാനും പറ്റൂല, അള്ളാഹുവിനെ കാണുമെന്നതിനെ നിഷേധിക്കാനും കഴിയില്ല. ഈ രണ്ടിന്റെ ഇടയിൽ കുടുങ്ങി കൗമുണ്ടാക്കിയതാണെന്ത്? കാണും, പക്ഷേ ഏതെങ്കിലും ദിശയിലേക്കല്ല. നഊദു ബില്ലാഹ്. നോക്കൂ, നിങ്ങൾ ഹക്കിൽ നിന്ന്, യഥാർത്ഥ വഴിയിൽ നിന്ന് പോയാൽ പിന്നെ ഇങ്ങനെ ഏതെങ്കിലും കുഴി പോയി ചാടും. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ പറയുക, അതുപോലെ വിശ്വസിക്കുക, എങ്കിൽ ഇതുപോലത്തെ എടാകൂടത്തിൽ പോയി ചാടൂല. റബ്ബു സുബ്ഹാനഹു തആല മുഅ്മിനുകൾ കാണും, അവരുടെ മുകളിലായിക്കൊണ്ട് കാണും. അതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അല്ലാഹു റബ്ബുൽ ആലമീൻ പടപ്പുകൾക്ക് മേലെയാണ്, അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്. അമിൻതും മൻ ഫിസ് സമാ അൻ യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തമൂർ. മുകളിലുള്ള സമാഇന് മേലെയുള്ള ആകാശങ്ങൾക്ക് മുകളിലുള്ള റബ്ബിനെ കുറിച്ച്, ഉപരിയിലുള്ള റബ്ബിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ആയിരക്കണക്കിന് ദലീലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തിയാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരത്താൽ എല്ലാം സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്ത്? അള്ളാഹു മുകളിലുള്ളവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, മുകളിലേക്ക്. അതുപോലെ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്, നബിയുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ അത്രയുമാണ്. പക്ഷേ നിഷേധിച്ച കക്ഷികളെ നോക്കൂ, അവർക്ക് അള്ളാഹുവിനെ കാണുമെന്നതിനെ അംഗീകരിക്കുമ്പോൾ പോലും ഈ നിഷേധം അതിനിടയിൽ തിരികെ കയറ്റേണ്ടി വന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കാണുന്ന കാഴ്ച ഉപമിച്ചത് ചന്ദ്രനെ കാണുന്നതിനോടാണ്, സൂര്യനെ കാണുന്നതിനോടാണ്. ആ കാഴ്ച മുകളിലേക്കാണ്. എങ്കിൽ റബ്ബിനെ കാണുന്നതും പടപ്പുകൾ കാണുക അവരുടെ മുകളിലായിക്കൊണ്ടാണ്. റബ്ബ് അവരുടെ മുകളിലായിക്കൊണ്ടാണ് പടപ്പുകൾ അള്ളാഹുവിനെ കാണുക. ആ പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലുണ്ട്. അതുപോലെ ഒരു പ്രയാസവും ഒരാൾക്കും റബ്ബിനെ കാണാൻ ഉണ്ടാവുകയില്ല. എത്ര പേരുണ്ടെങ്കിലും അള്ളാഹുവിനെ കാണാൻ അവർക്ക് പ്രയാസം ഉണ്ടാവുകയില്ല. അതുപോലെ അവരതിന് തിരക്ക് കൂട്ടേണ്ടി വരികയില്ല. ഇനി നോക്കൂ, ഇനിയുള്ള അള്ളാഹുവിനെ കാണുമെന്നതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? ധാരാളക്കണക്കിന് തെളിവുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സൂറത്തു അൽ ഖിയാമയിലെ ആയത്തുകൾ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങളെന്ന് പ്രസന്നമായിരിക്കും. ആ മുഖങ്ങൾ അവരുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ സൂറത്തു യൂനുസിലെ ആയത്തിൽ ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കാണും എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് ഓതുകയാണ്. ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. നന്മ ചെയ്തവർക്ക് ഹുസ്ന, സ്വർഗമുണ്ട്, ഏറ്റവും നല്ലത് അഥവാ സ്വർഗമുണ്ട്. വസിയാദ, അതിലപ്പുറം ഉപരിയായി അധികമായുണ്ട്. അതെന്താണ്? അള്ളാഹുവിനെ കാണലാണ്. ഇനി നോക്കൂ, സൂറത്തു ഖാഫിൽ അള്ളാഹു പറഞ്ഞു ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ലഹും മാ യശാഊന ഫീഹാ, സ്വർഗത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. വലദൈനാ മസീദ്, നമ്മുടെ പക്കൽ അധികമായി മറ്റൊന്നുണ്ട്. അതെന്താണ്? അള്ളാഹുവിനെ കാണലാണ്. പിന്നെയോ ഖുർആനിൽ എവിടെയെല്ലാം ലിഖാ എന്ന് പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹുവിനെ ലിഖാ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആ ആയത്തുകളെല്ലാം അള്ളാഹുവിനെ കാണുമെന്നതിനുള്ള തെളിവാണ്. മൻ കാന യർജു ലിഖാ റബ്ബിഹ്, റബ്ബുമായുള്ള കൂടിക്കാഴ്ച ആരാണോ ആഗ്രഹിക്കുന്നത്, ഫലിയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായത് പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ ആരെയും പങ്കുചേർക്കാതിരിക്കട്ടെ. ലിഖാ, അത് അള്ളാഹുവിനെ കാണലാണ്. ലിഖാ എന്ന് എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം അർത്ഥം അള്ളാഹുവിനെ കാണുമെന്നതാണ്. ഇനി നോക്കൂ, അത്ഭുതകരമായ മറ്റൊരു കാര്യം, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ എന്ന ആയത്ത്. അതിന് രണ്ട് വിശദീകരണങ്ങൾ പ്രധാനമായും പറയപ്പെട്ടിട്ടുണ്ട്. കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല എന്ന് അതിന് അർത്ഥം പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ചില പിഴച്ച കക്ഷികൾ അതിന്മേൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞു. നോക്കൂ, കണ്ണുകൾ അള്ളാഹുവിനെ കണ്ടെത്തുകയില്ല എന്നല്ലേ ഇവിടെ ഉള്ളത്. കാരണം ബിദ്അത്തിന്റെ കക്ഷികളുടെ സ്വഭാവം ഒരു തെളിവ് കൊണ്ട് മറ്റൊരു തെളിവിനെ ഇല്ലാതാക്കലാണ്. അഹ്ലുസുന്നത്തിന്റെ സ്വഭാവം തെളിവുകൾ പരസ്പരം കൂട്ടിയോജിപ്പിക്കലാണ്. കാരണം വഹി ഒരിക്കലും പരസ്പരം എതിരാവുകയില്ല. വഹി പരസ്പര പൂരകങ്ങളെ ആവുകയുള്ളൂ. ഒന്നിന്റെ വിശദീകരണവും പൂർത്തീകരണവുമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ ഒന്നിനെതിരും ഒന്നിനുണ്ടാവുക. കാരണം രണ്ടും വഹിയാണ്. വഹി അങ്ങനെ പരസ്പരം എതിരാകും. അതുകൊണ്ട് നോക്കൂ, കണ്ണുകൾ അള്ളാഹുവിനെ കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ അതിന് ഈ സംശയത്തിന് പറഞ്ഞ രണ്ടു മറുപടികളുണ്ട്. ഒന്ന്, കണ്ടെത്തുകയില്ല എന്നതിനർത്ഥം പറഞ്ഞാൽ അവിടെ അർത്ഥം ദുനിയാവിൽ കണ്ടെത്തുകയില്ല, പരലോകത്ത് കാണും. മറ്റൊരു മറുപടി, ഇതും രണ്ടു മുൻഗാമികളിൽ നിന്ന് സഹാബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ മറുപടിയാണ് കൂടുതൽ ശരിയായ മറുപടി. എന്താണ്? ലാ തുദ്രികുഹുൽ അബ്സാർ എന്ന് പറഞ്ഞ ഇദ്റാഖ് അഥവാ പരിപൂർണമായി കാണുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പരിപൂർണമായി കാണുകയില്ല എന്നാണ് അർത്ഥം, അല്ലാതെ തീരെ കാണുകയില്ല എന്നല്ല. പടപ്പുകളെ തന്നെ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു. നമ്മൾ കാണുന്നു, പക്ഷെ പൂർണ്ണമായി കാണുന്നില്ല. കടൽ നമ്മൾ കാണുന്നു, പൂർണ്ണമായി കാണുന്നു. സൂര്യനെ, ചന്ദ്രനെ നമ്മൾ കാണുന്നു, പക്ഷെ പൂർണ്ണമായി കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. നോക്കൂ നിങ്ങൾ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ആ ആയത്ത് അല്ലാഹുവിനെ കാണുമെന്നതിനുള്ള തെളിവാണ്. കാരണം പൂർണ്ണമായി കാണുകയില്ല എന്ന് പറഞ്ഞാൽ കാണുമെന്നവിടെ അർത്ഥം ലഭിക്കും. തീരെ കാണുകയില്ല എങ്കിൽ പിന്നെ ഇതിന് പൂർണ്ണമായി കാണുകയില്ല എന്ന് പറയും. അള്ളാഹുവിനെ നിങ്ങൾ കണ്ണുകൾ പരിപൂർണമായി കാണുകയില്ല, അള്ളാഹുവിനെ പരിപൂർണമായി കണ്ണുകൾ കൊണ്ട് കാണുകയില്ല എന്ന് തീരെ കാണുകയില്ല എങ്കിൽ പറയുകയില്ല. ലോകത്ത് കാണും, മുഅ്മിനുകൾ കാണും എന്നതിനുള്ള തെളിവുകളിലൊന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ.
കുഫാറുകളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, അവർ നാളെ പരലോകത്ത് റബ്ബിൽ നിന്ന് മറയിടപ്പെടുന്നവരാണ്. കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് മുഅ്മിനുകൾ അള്ളാഹുവിനെ കാണുമെന്നതിനുള്ള തെളിവാണ്. കാരണം അള്ളാഹുവിനെ അവൻ അവർക്ക് കാണിച്ചു കൊടുക്കാതെ മുശ്രിക്കുകൾക്ക് മറയിട്ട് കളയും എന്നത് അവർക്കുള്ള ശിക്ഷയാണ് എങ്കിൽ മുഅ്മിനുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് റബ്ബ് അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നത്. നോക്കൂ, ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് തെളിവുകൾ റബ്ബിനെ കാണുമെന്നതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാകട്ടെ ധാരാളക്കണക്കിന് ഹദീസുകളാണ്. ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇതിനെ നിഷേധിക്കുന്ന കക്ഷികൾ അവർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുക്കുകയും എന്നിട്ട് അവരുടെ ബിദ്അത്തിന് തെളിവായി അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നാണ് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് നിന്നെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ലൻ തറാനി, മൂസ നീ എന്നെ കാണുകയില്ല. അവർ പറഞ്ഞു, നോക്കൂ, അള്ളാഹു കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവിടെ എന്താണ് കാണുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരു സംശയവുമില്ല, ദുനിയാവിൽ കാണുകയില്ല എന്നാണ്. അതല്ലാതെ ഒരിക്കലും കാണുകയില്ല എന്നല്ല. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസ അലൈഹിസ്സലാം ചോദിച്ചത് റബ്ബിനെ കുറിച്ച് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമായിരുന്നുവെങ്കിൽ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനെ തിരുത്തുമായിരുന്നു. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും പടപ്പുകളിൽ അറിയാവുന്ന വ്യക്തിയാണ്. മൂസ അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് റബ്ബിനെ കുറിച്ച് ഏറ്റവും അറിയുക ആർക്കാണ്? മൂസ അലൈഹിസ്സലാമിനാണ് പടപ്പുകളിൽ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൂസാ നബിയാണ് ചോദിക്കുന്നത്, റബ്ബി അരിനി അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ നോക്കട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മൂസ അലൈഹിസ്സലാം റബ്ബിന് യോജിക്കാത്ത എന്തെങ്കിലും റബ്ബിനോട് ചെയ്യാൻ പറയുമെന്ന്? അള്ളാഹുവിനോട് ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ മൂസ അലൈഹിസ്സലാം പറയുമോ? ഒരിക്കലും പറയുകയില്ല. ലാ യുത്ഇമു വഹുവ യുത്ഇമു വലാ യുത്അം. അള്ളാഹു ഭക്ഷണമേകുന്നവനാണ്. വലാ യുത്അം, അവന് ഭക്ഷണം നൽകപ്പെടുകയില്ല. മറ്റൊരു ഖിറാഅത്ത് വലാ യത്അം, അവൻ ഭക്ഷണം കഴിക്കുകയില്ല. കാരണം അവന് അത് ആവശ്യമില്ല. പടപ്പുകൾ അവർക്കാണ് ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളത്. ഇതുപോലൊരു ചോദ്യം മൂസ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. തെറ്റായ ഒരു ചോദ്യം റബ്ബിനോട് മൂസ അലൈഹിസ്സലാം ചോദിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു മൂസാ നബിയെ തിരുത്തുമായിരുന്നു. നൂഹ് നബി അള്ളാഹു തിരുത്തിയതുപോലെ. നൂഹ് അലൈഹിസ്സലാം എന്തു പറഞ്ഞു? റബ്ബേ, എന്റെ മകൻ എന്റെ കുടുംബമാണല്ലോ, നിന്റെ വാഗ്ദാനം സത്യവുമാണല്ലോ, പിന്നെന്തുകൊണ്ട് എന്ന രൂപത്തിൽ നൂഹ് അലൈഹിസ്സലാം ചോദിച്ചു. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്തു പറഞ്ഞു? ഇന്നഹു ലൈസ മിൻ അഹ്ലിക, മകൻ നിന്റെ കുടുംബക്കാരനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, തെറ്റായ പ്രവർത്തനമാണ് അവന്റെ അമൽ. അങ്ങനെയുള്ള പ്രവർത്തനമായിരുന്നു അവന്റെ പ്രവർത്തനം. ഒരു തഫ്സീർ പ്രകാരം അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഇന്നി അഅദുക അൻ തകൂന മിനൽ ജാഹിലീൻ, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു അറിവില്ലാത്തവരിൽ പെട്ടുപോകരുത്. നോക്കൂ, റബ്ബിനോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ചോദിച്ചപ്പോൾ നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ആലമീൻ വിലക്കുകയുണ്ടായി. അറിയാത്ത നീ ചോദിക്കരുത്, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു അറിവില്ലാത്തവരിൽ പെട്ടുപോകരുത്. എങ്ങനെയാണ് റബ്ബിന് ഒരിക്കലും യോജിക്കാത്തൊരു കാര്യം മൂസ അലൈഹിസ്സലാം ചോദിച്ചാൽ? നൂഹ് അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതുപോലുള്ള ചോദ്യം, മകനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അള്ളാഹു വിലക്കി. എങ്ങനെയാണ് റബ്ബിനെ കുറിച്ച് ഇവരുടെ വാദപ്രകാരം ഇത്രയും തെറ്റായ കുഫ്റായ കാര്യമാണ് എന്നാണ് ഇവർ പറയുന്നത്? അള്ളാഹുവിനെ കാണുമെന്ന് പറഞ്ഞാൽ അത് പടപ്പുകളെ പോലെ റബ്ബിനെ ആക്കലായി. പടപ്പുകളെ പോലെ റബ്ബിനെ ആക്കി എന്നാൽ കുഫ്റാൻ. അങ്ങനെ ഒരു ചോദ്യം മൂസ അലൈഹിസ്സലാം ചോദിക്കുമോ? എന്നിട്ട് അള്ളാഹു അത് തിരുത്താതിരിക്കുമോ? തീർന്നില്ല. അള്ളാഹു എന്താണ് പറഞ്ഞത്? ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബൽ, അള്ളാഹു പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഒരു പർവ്വതത്തിന് അള്ളാഹു അവനെ കാണിച്ചു കൊടുത്തു, പക്ഷെ അതിന് കണ്ടു നിൽക്കാനായില്ല. ദുനിയാവിൽ വെച്ച്, ദുനിയാവിൽ
എങ്ങനെയാണ് പിന്നെ മുഅ്മിനുകൾ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുകയില്ല എന്ന് പറയാൻ സാധിക്കുക? അപ്പൊ നോക്കൂ നിങ്ങൾ, ബിദ്അത്തിന്റെ കക്ഷികൾ എപ്പോഴും ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവരുടെ ബിദ്അത്തിന് അനുകൂലമായി കൊണ്ടുവന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. ഒരിക്കലും തെളിവുകൾ പരസ്പരം എതിരാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ശരിക്ക് പഠിക്കുകയും യഥാർത്ഥ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. നോക്കൂ, അള്ളാഹുവിനെ കാണുമെന്നത് മുഅ്മിനുകളുടെ അവരുടെ ഈമാൻ അത് ഏറ്റവും നല്ല രൂപത്തിൽ നിലനിർത്തുന്ന അവരുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ പിഴച്ച വിശ്വാസമുള്ള കക്ഷികളിൽ ഒരാൾ മുമ്പൊരിക്കൽ അഹ്ലുസുന്നത്തിൽ ഒരാളോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, തർക്കിക്കുന്ന സമയത്ത് അഹ്ലുസുന്നത്തിൽപ്പെട്ട ഇദ്ദേഹം പറയുകയുണ്ടായി, ശരി, അവിടെ ആളുകൾ പലരും കൂടിയിട്ടുണ്ട്, എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ, നാളെ പരലോകത്ത് നീ നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ, ഇത് അയാൾക്ക് നീ നിന്നെ കാണിച്ചു കൊടുക്കരുത്. അയാൾ പറയേ, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ദുആ ചെയ്യരുത്. എന്താണ് ദുആ ചെയ്താൽ പ്രശ്നം? അയാളത് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുവിനെ കാണുകയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാലത്തും ഈ തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഇബാദികളിൽ ഒരാൾ ഒരിക്കൽ ആ നാട്ടിൽ, അവരുടെ ഭരണവും മറ്റുമുള്ള ഒരു നാട്ടിൽ, ഒരു സഹോദരൻ എപ്പോഴും ഫജ്ർ നിസ്കാരത്തിന് നേരത്തെ അദാനിനോടടുപ്പിച്ച് അല്ലെങ്കിൽ അതിന് മുൻപേ മസ്ജിദിലെത്തുന്ന സ്വഭാവമുള്ള സാധാരണക്കാരനായ ഒരാൾ, സുന്നത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അയാളെ ഈ ഇബാദികളിൽ ഉള്ള അവരിലെ ഒരു മസ്ജിദിലെ ഇമാമാണ്. അയാൾ ഇതിന്റെ പേരിൽ പുകഴ്ത്തുകയുണ്ടായി, നിങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തത്, ഇങ്ങനെയാണ് വേണ്ടത്, ഈ ഫജ്റിന്റെ വളരെ നേരത്തെ മുൻപേ മസ്ജിദിൽ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ വരുന്നു. ഇദ്ദേഹം ഈ സാധാരണക്കാരനായി മനുഷ്യൻ, അദ്ദേഹം കുറെ പഠിച്ച ആളൊന്നുമല്ല, പക്ഷേ ഇസ്ലാമിൽ സുന്നത്തിൽ അങ്ങനെ ജീവിച്ചു പോയാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ, പ്രത്യേകിച്ച് പ്രായമേറിയാൽ, ചില ഹിക്മത്ത് മനസ്സിലിട്ട് തരും. അദ്ദേഹം ഇയാളോട് പറഞ്ഞു, പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ നേരത്തെ മസ്ജിദിലേക്ക് വരുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ വേണ്ടിയാണ്, അത് കാണൂല എന്നല്ല നിങ്ങളുടെ വിശ്വാസം എന്ന് തിരിച്ചു ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞത്, അയാളുടെ മുഖമാകെ വിളറി വെളുത്ത് മറുപടിയില്ലാതെ ആൾ സ്തബ്ധനായി പോയി. നോക്കൂ നിങ്ങൾ, എന്തിനാണ് പിന്നെ ഒരാൾ ജീവിക്കുന്നത്? ഈ അള്ളാഹുവിനെ കാണുമെന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസമില്ലെങ്കിൽ അവന്റെ ഇബാദത്തുകൾക്ക് ജീവിതത്തിന് എന്താ അർത്ഥമാണുള്ളത്? ഇബാദത്ത് ചെയ്ത റബ്ബിനെ കാണുകയില്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ഈ ഖുർആന്റെ ദലീലുകളെ, സുന്നത്തിന്റെ ദലീലുകൾ മുഴുവൻ അവൻ തള്ളിക്കളയുന്നു. നോക്കൂ, അത്തരം പിഴച്ച വിശ്വാസങ്ങൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അഹ്ലുസുന്നത്തിന്റെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. റബ്ബ് നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.